എല്ലാവർക്കും നമസ്കാരം. GRCM വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കാരണം നമ്മൾ ന്യൂ ഇയർ എന്താ ഇപ്പോൾ പറയണെന്ന് ചിലപ്പോൾ ചോദിക്കും അല്ലേ. നമ്മളെ സംബന്ധിച്ച് എന്നും ന്യൂ ഇയറാ. ആർസിങ്ങരെ സംബന്ധിച്ച് എന്നും ന്യൂ ഇയർ ആണ്. എന്നും പുതിയ വർഷമാണ്. എന്നും പുതിയ കാര്യങ്ങളാണ്. ഇന്നും പുതിയ ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. ഇന്നും പുതിയ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ന്യൂ ഇയറാ. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ദെൻ നമ്മളെ സംബന്ധിച്ച് RCM ബിസിനസ്സിൽ നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ നിങ്ങളെല്ലാവരും പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. വൈ ഷുഡ് ബി ഫോളോ ദ കോർ വാല്യൂസ് അല്ലേ? നമ്മൾ എന്തിനാ കോർ വാല്യൂസ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ടോപ്പിക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മളെല്ലാവരും ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഒരുപാട് ഈ വർഷം എന്തായാലും ഇന്ന പൊസിഷൻ എത്തിയേ പറ്റൂ, ഈ വർഷം എന്തായാലും ഇന്നത് നേടിയേ പറ്റുള്ളൂ, ഇന്നത് ചെയ്തേ പറ്റുള്ളൂ, ഇന്നതൊക്കെ നേടിയെടുക്കണം, ഇന്ന ഇന്ന ടാർഗറ്റുകൾ എന്തൊക്കെയാണോ എനിക്ക് ടാർഗറ്റുള്ളത് ആ ടാർഗറ്റുകളൊക്കെ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടാവാം. ചിലർ എഴുതി വെച്ചിട്ടുണ്ടാവും, ചിലർ ജസ്റ്റ് പ്ലാൻ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പല രീതിയിലുണ്ടാവും. പക്ഷേ പ്ലാൻ ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് എഴുതി വെക്കണം. എഴുതി വെച്ചവരോട് പറയാനുള്ള കാര്യം, നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പറയും, ഇത് നിങ്ങളുടെ അപ്ലയൻസിനെ അറിയിക്കണം. അപ്ലയൻസിന് മുമ്പിൽ അത് കാണിച്ചു കൊടുക്കണം. എഴുതി വെച്ച കാര്യങ്ങൾ അപ്ലയൻസിന് കാണിച്ചു കൊടുക്കണം. അത് പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേര് സുരാഗ് ചാലക്കുടിയാണ്. വീട് RCM ടെക്നീഷ്യർ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ബിക്കം ബെറ്റർ ആവാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ബിക്കം ബെറ്റർ. വലിയൊരു ഗ്രോത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഗ്രോത്ത് വന്നു, അത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു നിലംപതിയിലേക്ക് പോകാനുള്ള സാധ്യത വരും. പക്ഷെ അതേസമയം ബെറ്റർ ടു ബെറ്റർ, ബെറ്റർ ടു ബെറ്റർ എന്ന രീതിയിലേക്ക് മാറാൻ നമുക്ക് പറ്റിയാൽ അത് എപ്പോഴും നമ്മളുടെ ഒരു ഗ്രാജുവലി ഗ്രോത്തിനുള്ളൊരു സഹായമായിട്ട് മാറും. അപ്പൊ ബിക്കം ബെറ്റർ ആയി മാറണം. ഇനി ബിക്കം ബെറ്റർ ആയാൽ മാത്രം പോരാ, ഡു ബെറ്റർ ആവണം. ഞാൻ ബിക്കം ബെറ്റർ ആണ്, പക്ഷെ എനിക്ക് ഡു ഇല്ല. എന്ന് വെച്ചാൽ ചെയ്യണ പരിപാടിയിൽ അത്ര ബെറ്റർ ഒന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യണേ. കഴിഞ്ഞ മാസത്തെ പോലെയാണ് ഞാൻ ഇന്നും ചെയ്യണേ. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ സെയിം റിസൾട്ട് അല്ലേ? കഴിഞ്ഞ വർഷത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ ഈ വർഷവും കിട്ടുള്ളൂ. അതിൽ കൂടുതൽ വലിയൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ അതേസമയം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത കാര്യങ്ങൾ, ആ ചെയ്ത കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ ഈ വർഷം ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വൺ സെക്കൻഡ് ഓക്കെ. കഴിഞ്ഞ വർഷം നമ്മള് ഹോം മീറ്റിങ്സ് ഞാൻ ചിലപ്പോൾ ഒരു മാസം 10 ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം? ഈ വർഷം ഒരു മാസം 10 ഹോം മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്ത് 20 ആക്കും. അതാണ് ബെറ്റർ അല്ലേ? ഇനി കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒന്നും RCM ചെയ്യാറില്ല. അങ്ങനെയുള്ളവരുണ്ടാവാം ചിലപ്പോൾ അല്ലേ? ഇപ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ കോർ മെമ്പേഴ്സാണ്. നമ്മളെല്ലാവരും കോർ മെമ്പേഴ്സാ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൊക്കെ എഴുതിയിടാം കേട്ടോ. യെസ്, ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ എഴുതിയിടാം. ഇനി വലിയ രീതിയിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അക്ഷരത്തിൽ യെസ് എന്നിട്ടാലും മതി. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ കോർ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളെ ലീഡേഴ്സ് ഓപ്പണർ ആൻഡ് എബോവ് അല്ലെങ്കിൽ മന്ത്ലി ബോണസ് വാങ്ങിക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സെഷൻ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സെഷൻ നമുക്ക് തരുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തരില്ലല്ലോ. ഇപ്പൊ നമ്മൾ കോർ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കോർ മെമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ കോർ വാല്യൂസ് നമുക്ക് വളരെ പ്രധാനമല്ലേ? അപ്പൊ കോർ മെമ്പേഴ്സിന് കോർ വാല്യൂ പ്രധാനമല്ലേ? കോർ മെമ്പേഴ്സിന് കോർ വാല്യൂ പ്രധാനമാണെങ്കിൽ അതുപോലെ തന്നെ പ്രധാനമാണ് കോർ സ്റ്റെപ്പുകളും, RCMലെ കോർ സ്റ്റെപ്പുകളും. അപ്പോൾ RCMൽ നമുക്കറിയാം 21 നിയമങ്ങളുണ്ട്, 21 റൂൾസ് നമുക്കുണ്ട്. 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്, ഇങ്ങനെ മൂന്നായിട്ട് അതിനെ വിഭജിച്ചിരിക്കുകയാണ്. മൂന്നായിട്ട് അതിനെ ഭാഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ 3 ഡിവൈഡ് ചെയ്ത കാര്യങ്ങളും ഓരോ സമയത്ത് പഠിക്കേണ്ടതാണോ, അതല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കേണ്ടതാണോ? അത് ഓരോ പൊസിഷനാണോ പഠിക്കേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ അത് ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്ന് പറയും വേണമെങ്കിൽ. കാരണം
പലരും ചിന്തിക്കും ഓ അതിപ്പോ ഞാൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമായിട്ടില്ലല്ലോ, കാരണം ഞാൻ സ്റ്റാർ അച്ചീവർ ആയിട്ടില്ലല്ലോ. സ്റ്റാർ അച്ചീവർ ആവുമ്പോൾ അത് ഇന്നത് ചെയ്യാം. 8 കോസ്റ്റപ്പിൽ ഇന്ന പൊസിഷൻ ഇന്ന കാര്യം ഞാൻ ചെയ്യാം. ഇപ്പൊ 8 കോസ്റ്റപ്പിൽ നമുക്കറിയാം ലേൺ ടീച്ച് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. 8ാമത്തെ നിയമം അതായിരുന്നു 8 കോസ്റ്റപ്പിലെ. ഞാനിപ്പോ പഠിക്കാം, ഞാനിപ്പോ ഓപ്പണർ അല്ലേ, ടീച്ച് ചെയ്യേണ്ട സമയമായിട്ടില്ലേ, ഞാൻ സ്റ്റാർ ആവട്ടെ എന്നിട്ട് ടീച്ച് ചെയ്യാം. റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം ആവട്ടെ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അങ്ങനെയാണോ നമ്മള് അങ്ങനെയാണോ നമുക്കുള്ളത്? അങ്ങനെയല്ല. 21 നിയമങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളതാ. 21 നിയമങ്ങൾ ഒരുമിച്ച് പാലിക്കാനുള്ളതാ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോർ വാല്യൂ, ഈ 21 റൂൾസ് ആണ് നമ്മുടെ കോർ വാല്യൂസ്. ആർസി ബിസിനസ്സിലെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് 21 റൂൾസാ. ഈ 21 റൂൾസ് ഫോളോ ചെയ്യാത്തവരാണ് ഒരു സമയത്ത് അവരെ കാണാണ്ടാവണേ. എവിടെന്ന്? ബിസിനസ്സിൽ നിന്ന് കേട്ടോ, അല്ലാണ്ട് ഈ ഭൂലോകത്തു നിന്ന് കാണാണ്ടാവുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസ്സിൽ നിന്ന് അവരെ കാണാതാവുന്നത് 21 റൂൾസ് അവർ എന്ന് ഫോളോ ചെയ്യാതാവുന്നു അന്ന് അവരെ ഈ ബിസിനസ്സിൽ പതുക്കെ 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 നമുക്ക് വാനിഷ് ആവുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് ഇതിൽ ചിലപ്പോൾ അനുഭവമുള്ളവരുണ്ടാവും. നമ്മുടെ കൂടെ ഏഹ്, മുന്നേ ഒരുപാട് പേരുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് പേരൊക്കെ കാണാനില്ലല്ലോ. അവരെ ആക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരെ കാണാനില്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, 21 റൂൾസ് അവര് എവിടെയോ ബ്രേക്ക് ചെയ്ത് പോയി, എവിടെയോ അത് മിസ്സായി പോയിട്ടുണ്ട്. ആ മിസ്സായി പോയതിനെ വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ അവർ വീണ്ടും തിരിച്ച് റിട്ടേൺ വരും. ഇനി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോ വേ, അവർ തിരിച്ചു വരുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ സംബന്ധിച്ച് കോർ വാല്യൂ. ഈ കോർ വാല്യൂ ഞാൻ ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യണം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നമ്മളുടെ കൂടെ നമ്മളുടെ ടീമില്, അല്ലെങ്കിൽ നമ്മളുടെ ടീമിൽ വരുന്ന ടീം മെമ്പേഴ്സ് എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, എന്നേക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നവരായി മാറണേ. അല്ലെ, എല്ലാവരും ചിലപ്പോൾ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു മൂർത്തി, ഇവിടെ ഒരു മൂർത്തി. ഇപ്പൊ നമുക്ക് സഫയർ മൂർത്തി സാറ് വരാൻ പോകുന്നുണ്ട് അല്ലെ, സിയർ മൂർത്തി സാർ നമുക്കിപ്പോ വരും. അപ്പൊ നമ്മളെല്ലാവരും പറയാറുണ്ട്, എന്റെ ഇപ്പുറത്തെ ഒരു ഡയമണ്ട്, ഇപ്പുറത്തെ ഒരു ഡയമണ്ട്, ഇങ്ങനെ 2 ഡയമണ്ട് ഉണ്ടായാൽ എനിക്ക് സന്തോഷമായി എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ 2 ഡയമണ്ട് അവിടെ വരുമോ? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ 2 ഡയമണ്ട് അവിടെ വരുമോ? ഞാൻ ഒന്നും ചെയ്യാതിരിക്കണേ അങ്ങനെ ഒരു ഡയമണ്ട് അവിടെ വരില്ലല്ലോ. ശരിയല്ലേ? ഒരിക്കലും വരില്ല. ഇനി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ വാട്ട് ടു ഡു, ഞാൻ എന്ത് ചെയ്തു? അവിടെയാണ് ചോദ്യം കിടക്കുന്നത്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ 2025 തുടക്കം, ഇന്നിപ്പോ 10-ാം തീയതിയാ. ഇന്നത്തെ ദിവസങ്ങളുടെ പ്രത്യേകത എന്താ? ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഗുഡ് ഡോട്ട് ഡേ ആണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം ഡയമണ്ട് ക്ലബിന്റെ ഡേ ആണ്. ഇന്ന് 10-ാം തീയതിക്കുള്ളിൽ 5000 PV മിനിമം നമ്മളുടെ സ്വന്തം വഴിയിൽ ചെയ്യുന്നവർക്കാണ് ഡയമണ്ട് ക്ലബ്ബ് മെമ്പേഴ്സ് ആയിട്ട് കമ്പനി കാണുന്നത്. ഡയമണ്ട് ക്ലബ്ബ് മെമ്പേഴ്സ് ആയിട്ട് കമ്പനി കാണുന്നതും അത് 12 മാസം തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ പിന്നും മറ്റു കാര്യങ്ങളും അങ്ങനെ റെക്കഗ്നേഷനും ഒക്കെ കിട്ടുന്നൊരു കാര്യമുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ കമ്പനി പോലും നമ്മൾ കാണുന്നത് 10-ാം തീയതിക്കുള്ളിൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവരാ. അപ്പൊ ഇതിൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തവർ എത്ര പേരുണ്ട്, ചെയ്യാത്തവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മൾ സ്വയം നമ്മുടെ നെഞ്ചത്തിൽ കൈവച്ച് ചോദിക്കുക, ഞാൻ ചെയ്തോ? ഞാൻ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഞാനത് കംപ്ലീറ്റ് ആക്കോ? അപ്പൊ നിങ്ങളെ ചിലപ്പോൾ ചോദിക്കും, സാറ് ചെയ്താവോ അല്ലെ, സാറ് 10,000 PV സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു എന്നിട്ടാ നിങ്ങളോട് സംസാരിച്ചേ. ഓക്കെ, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു, ഗുഡ് ഡോട്ടിന്റെ 5000 PV, ന്യൂട്രിചാർജ് 5000 PV കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്, കോർ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ടതാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ ടീമിൽ നല്ല വ്യക്തികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവർ കോർ വാല്യൂസ് ഫോളോ ചെയ്യുന്നവരാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷുഡ് ഞാൻ ഫോളോ ചെയ്യണം. ഞാൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ടീമിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നവർ വരൂ, അല്ലെങ്കിൽ വരില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ പണ്ട് കാലത്ത് കാരണന്മാര് ചെറിയൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, മത്ത കുത്തിയ ബാക്കി ഞാൻ പറയാറില്ല, അറിയാലോ അല്ലെ. ഏഹ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മുടെ ടീമില് അടുത്ത ലെവൽ ഓഫ് ആളുകൾ, എന്നെ പോലെ അല്ലെ എന്നേക്കാൾ ബെറ്റർ ആയുള്ള ആളുകൾ വരണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ
അങ്ങനെ ആഗ്രഹിക്കാനുള്ള എനിക്ക് അവകാശം തന്നെ കിട്ടുന്നത് ഞാനത് ചെയ്യുമ്പോഴാണ്. ഞാൻ ബെറ്റർ ആവുമ്പോൾ മാത്രമേ, എന്നിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്കിതൊക്കെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ടീമിൽ നല്ല സ്കില്ലുള്ള ആളുകൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല സ്കില്ലുള്ള, പലതരത്തിലുള്ള സ്കില്ലുള്ള ആളുകൾ വരണം. നല്ല നല്ല ടീം മെമ്പേഴ്സ് വരണം. ഒക്കെ ഉണ്ട്. നമ്മുടെ ഡയമണ്ട് വാട്സാർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വരും സമയങ്ങളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ട്, വെരി ടാലന്റഡ് പീപ്പിൾസ് നിങ്ങളുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യും. ഒരുപാട് ടാലന്റ് ഉള്ള, പല മേഖലയിൽ കഴിവുള്ള, പലതരത്തിലുള്ള അറിവുകളുള്ള ആളുകൾ നിങ്ങളുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യും. അത് വരാൻ പോകുന്ന കാര്യം തന്നെയാണ്. അത് സത്യമാണ്. സന്തോഷമുണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കേൾക്കുമ്പോൾ? പക്ഷെ വട്സാർ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ സന്തോഷം പോവാറ്. വട്സാർ അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ്, അങ്ങനെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ആളുകൾ വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, അവരെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്കില്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോകും. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറ്. ആദ്യത്തെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ രണ്ടാമത്തെ കേൾക്കുമ്പോൾ സങ്കടം വരും. അപ്പോൾ എന്തിനാ സങ്കടം വരേണ്ടത്? അവിടെ അവിടെ സങ്കടം വരേണ്ട ആവശ്യം നമുക്കില്ല എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം ഡു ബെറ്റർ ആയി കഴിഞ്ഞാൽ, ബിക്കം ബെറ്റർ നിന്നും ബിക്കം ബെറ്റർ ആൻഡ് ഡു ബെറ്റർ ആയി മാറിയാൽ, നമ്മൾ ബെറ്റർ ടു ബെറ്റർ എന്ന രീതിയിലേക്ക് നമ്മൾ തേച്ച് മിനുക്കി ഗിരീഷ് സാർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കത്തിയുടെ മൂർച്ച എപ്പോഴും വെച്ചുകൊണ്ടേയിരിക്കണം, മൂർച്ച എപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കണം, അത് ഇങ്ങനെ എപ്പോഴും ഉറച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയും നൂറ് സാറ്. അപ്പൊ കത്തിയുടെ മൂർച്ച ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള, നല്ല ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ കൂടെ വരുമ്പോൾ അവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മള് ഇതിൽ പറയാറുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള, നമുക്ക് അവരെ കൗൺസിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് അവരെ ലീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ കൂടെ വരുന്നവരൊക്കെ നല്ല ടാലന്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വിട്ടു പോകും. വിത്തൗട്ട് വിഷൻ നെവർ അട്രാക്ട് ടാലന്റഡ് പീപ്പിൾ. നമുക്ക് വിഷൻ ഇല്ലെങ്കിൽ, നമുക്ക് സ്കില്ലില്ലെങ്കിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ടാലന്റഡ് പീപ്പിളിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും വശാൽ ടാലന്റഡ് പീപ്പിൾ നമ്മുടെ കൂടെ വന്നാൽ പോലും അവർ കൂടുതൽ സമയം നമ്മുടെ കൂടെ നിൽക്കില്ല. കാരണം അവർ നോക്കുമ്പോൾ നമുക്കൊരു വിഷൻ ഇല്ല, നമുക്കൊരു ഒരു വിഷൻ ഇല്ല, നമ്മൾ അത്രത്തോളം ടാലന്റ് അല്ല, നമ്മൾ അത്രത്തോളം സ്കില്ലബിൾ അല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ, എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അന്ന് അവര് നമ്മളെ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. സോ ഇത് ബി കെയർഫുൾ. സോ അതുകൊണ്ട് തന്നെ 2025 നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, 2025 ഞാൻ തുടങ്ങുന്നത് എൻ്റെ പുതിയ ഒരു സ്കിൽ സെറ്റിന് വേണ്ടിയായിരിക്കും. എൻ്റെ പുതിയ എന്താ പറയാ, ടാലന്റ് കൂട്ടാനായിരിക്കും. എന്നിലെ കോർ വാല്യൂസ് കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ കൂടുതൽ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കും എന്ന രീതിയിലേക്കുള്ളൊരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതായിരിക്കണം 2020 നിങ്ങളുടെ ഫസ്റ്റ് പ്രിയോറിറ്റി. അതിനു വേണ്ടി ആയിരിക്കണം കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. എങ്ങനെ സ്കില്ല് കൂട്ടും, എങ്ങനെ ടാലന്റ് കൂട്ടും, എങ്ങനെ ഞാൻ എൻ്റെ കോർ വാല്യൂസ്, എന്തൊക്കെയാ കോർ വാല്യൂസ്? ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ 8 കോർ സ്റ്റെപ്പ് മാത്രം നമുക്കൊന്ന് നോക്കാം. നമ്മളൊന്ന് 8 കോർ സ്റ്റെപ്പിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കി. ആ 8 കോർ സ്റ്റെപ്പിലെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനോടെ കാണാൻ പറ്റുന്നുണ്ടാവും. 8 കോർ സ്റ്റെപ്പിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് സെറ്റ് യുവർ ഗോൾ, അല്ലേ? ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതില് എന്താണ് ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മെയിൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, എനർജി ബൂസ്റ്ററാ. ഗോൾ സെറ്റ് ചെയ്താൽ എനർജി ബൂസ്റ്ററാണ്. നമുക്ക് ഒരു എനർജി എവിടെ നിന്നൊക്കെയോ വരും ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ എനർജി ഡ്രോപ്പ് ആകുമ്പോൾ പോലും നമുക്ക് ആ ഗോൾ ഓർമ്മയിലുണ്ടെങ്കിൽ, ആ ഗോൾ നമ്മുടെ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ നമുക്ക് എനർജി കൂടും. സോ അതാണ് നമ്മുടെ എനർജി ബൂസ്റ്റർ. സോ ഗോൾ സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യണം. 2025 നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഓരോ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്യും വേണം. ഞാൻ കഴിഞ്ഞ വർഷം വരെ പറഞ്ഞിരുന്ന എൻ്റെ 2024 ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു ഗോളായിരുന്നു, എൻ്റെ മോൾക്ക് 18 വയസ്സാകുമ്പോൾ, 2041 എൻ്റെ മോൾക്ക് 18 വയസ്സാവുക. എൻ്റെ മോൾക്ക് 18 വയസ്സാകുമ്പോൾ അവൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാൻ, മറ്റ് ഇപ്പോൾ നമ്മുടെ രാജ്യം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിലേക്ക് സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കേണ്ട ആവശ്യം വരുമ്പോൾ സ്വന്തമായിട്ട് അവളുടെ അച്ഛൻ്റെ ഫ്ലൈറ്റിൽ അവൾ പോകണം.
ദാറ്റ്സ് മൈ 2024 നമ്മൾ സെറ്റ് ചെയ്ത ഗോളാണ്. ആ ഗോള് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ 2025 ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അതേ ഗോളിനൊപ്പം തന്നെ അടുത്തൊരു അപ്ഡേഷൻ കൂടി നടത്തി. അടുത്തൊരു അപ്ഡേഷൻ ഞാൻ മോളുടെ കല്യാണത്തിന്റെ കാര്യമാണ് പ്ലാൻ ചെയ്തത്. എനിക്കിപ്പോൾ ഒരു മോളുണ്ട്. ആ മോളുടെ കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. 2041 18 വയസ്സാവുള്ളൂ മോൾക്ക്. അവിടെ നിന്നൊരു മേ ബി 4 or 5 years കഴിയുമ്പോഴേക്കും കല്യാണം നമ്മൾ ആലോചിച്ച് തുടങ്ങും അല്ലേ. അപ്പോൾ 41 പിന്നെ ഒരു 5 വർഷം മറിച്ച് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ 46 അല്ലേ. 46 2046 ആവുമ്പോഴേക്കും മോളുടെ കല്യാണത്തിനൊപ്പം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വളരെ ആവശ്യക്കാരായുള്ള 5 പെൺകുട്ടികളും കൂടി കല്യാണം കഴിപ്പിച്ചു വിടും അവരുടെ ഒപ്പം തന്നെ, അതേ മണ്ഡപത്തിൽ വെച്ച്. സോ ആ ഒരു ഗോൾ സെറ്റ് 2025 എടുത്തു. ഇത് നമുക്ക് നമ്മളുടെ അപ്ഡേഷൻ കൊണ്ടുവരണം. ഇത് എന്തിനാ? ഇത് എനിക്ക് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് വേർതിരിക്കാൻ തോന്നുന്നു. എനിക്ക് എന്നെ ആരെങ്കിലുമൊക്കെ പിന്നീന്ന് വിളിക്കുന്ന സമയത്ത് അല്ലേ, നമുക്ക് സ്വാഭാവികം, നമ്മൾ മനുഷ്യനാണ്. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളുടെ അന്തരീക്ഷത്തിൽ നമ്മളുടെ ചുറ്റുപാടിൽ പല പല കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ആക്സിഡന്റ് വരെ ഉണ്ടായി. അപ്പോൾ വരെ അത് എന്നെ തളർത്താൻ വേണ്ടി ശ്രമിക്കുള്ളൂ. കാരണം എന്താ, ആക്സിഡന്റ് ഉണ്ടായി കുറെ മാസങ്ങളോളം വീട്ടിലിരിക്കുകയാണ്. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ താഴേക്ക് പോകാനുള്ള സാധ്യത വരും. പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് എണീക്കണം, പെട്ടെന്ന് എണീറ്റ് യാത്ര പോവാണ്ട് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ളൊരു മൈസ് ടു ഗോ ബിഫോർ യു സ്ലീപ്പ് എന്ന് നമ്മുടെ നെഹ്റുവിന്റെ ഒരു വാക്കുണ്ട്. ആ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള വലിയ ഗോളുകൾ ഉണ്ടാകുമ്പോഴാണ്. സോ നമ്മൾ എപ്പോഴും നമ്മൾ കോർ വാല്യൂസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ കോർ മെമ്പേഴ്സ് ആണെങ്കിൽ, വി ഹാവ് ടു ബിഗ് വിഷൻ, ബിഗ് ഗോൾസ്, വലിയ ഗോളുകൾ ഉണ്ടാവണം. അപ്പോൾ എനർജി ബൂസ്റ്ററാണ് നമ്മളെ സംബന്ധിച്ച് സെറ്റ് യുവർ ഗോൾ എന്ന് പറയുന്നത്. ഈ എനർജി ബൂസ്റ്ററിനൊപ്പം തന്നെയുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ കോർ സ്റ്റെപ്പിൽ രണ്ടാമത്തെ കാര്യം, ഷോ മിനിമം 5 പ്ലാൻസ് ഇൻ എ വീക്ക്. എന്താ രണ്ടാമത്തെ ഈ ഒരു കാര്യത്തിലേക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോളിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ അടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ടീം മെമ്പേഴ്സ്, അവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്തായിരിക്കും അറിയോ? അവർ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും അറിയോ? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? എനിക്ക് എന്താണ് ലഭിക്കുക, എനിക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുക എന്നുള്ളൊരു ചോദ്യം അവരുടെ മുമ്പിലുണ്ടാവും. അവരുടെ മുമ്പിലത്തെ ആ ചോദ്യത്തിന്, അവരുടെ ചോദ്യം ചിലപ്പോൾ ചെറിയ അവരുടെ കടങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വലിയ വിഷനുള്ള ഒരാളാണ് നമ്മളെന്ന് കമ്പനിയുടെ വിഷനും അതോടൊപ്പം നമ്മുടെ വിഷനും കൂടി കാണിക്കാൻ പറ്റിയാലുണ്ടല്ലോ, അതൊരു വേറെ ലെവലായിരിക്കും. കമ്പനിയുടെ വിഷയം നമുക്കറിയാം. കമ്പനി ഇനി എത്ര കാലം എന്താ പറയുക, നമ്മുടെ മൂർസാർ പറയണ ഈ ഭൂമിയും ചന്ദ്രനും മനുഷ്യരാശിയും ഉള്ളിടത്തോളം കാലം ആർസിയും ഇവിടെ ഉണ്ടാവും. ഈ ഒരു കാര്യം നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ വിഷനും കൂടി അവതരിപ്പിക്കാൻ പറ്റിയാലോ, നമ്മുടെ വിഷനും കൂടി പറയാൻ പറ്റിയാലോ, നമ്മുടെ കൂടെ ആളുകൾ വിശ്വസിച്ച് നിൽക്കില്ലയോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ കോർപ്പറേറ്റ് ഞാൻ ഫോളോ ചെയ്യണ്ടേ? യെസ്. ദെൻ സെക്കൻഡ് തിങ്സ്, ഷോ മിനിമം 5 പ്ലാൻസ് ഇൻ എ വീക്ക്. നമ്മൾ മിനിമം 5 പ്ലാൻസ് ഇൻ എ വീക്ക് ചെയ്യണമെന്ന് നമ്മുടെ ലീഡേഴ്സൊക്കെ നമുക്ക് നമ്മുടെ കോർ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതിപ്പോ 5 ഹോം മീറ്റിംഗ് ആഴ്ചയിൽ ചെയ്യാൻ നടക്കുമോ എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ 5 പ്ലാൻസ് ഇൻ എ വീക്ക് എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് ഹോം മീറ്റിംഗ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ 5 പേരോടെങ്കിലും 1-to-1 മീറ്റിംഗ് ആയാലും ചെയ്യാം അല്ലെ. 1-to-1 മീറ്റിംഗ് ചെയ്യാം, ദിവസവും 5 ചെയ്യാൻ വേണമെങ്കിൽ 1-to-1 മീറ്റിംഗ്. പേഴ്സണലി അവരോട് ഒറ്റയ്ക്ക് മുഖാമുഖം സംസാരിക്കാം, ഫേസ് ടു ഫേസ് മീറ്റിംഗ് എന്നും വേണമെങ്കിൽ പറയാം. അതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഇനി ഫാമിലി മീറ്റ് ചെയ്യാം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളുടെയും വീട്ടിൽ ഫാമിലി മീറ്റ് ചെയ്യാം. ഫാമിലി മീറ്റ് എങ്ങനെ ചെയ്യാം? നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവരുടെ വീട്ടിൽ പോയി RCM എന്താണ്, RCMന്റെ പ്രൈസ് കമ്പാരിസൺ എന്താണ്, ആ പ്രൈസ് കമ്പാരിസൺ പറയുമ്പോൾ തന്നെ അവിടെ പറയുന്ന പ്രൊഡക്റ്റുകൾ ഏതാണ്, ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ. ഇനി അതിന്റെ കൂടെ ഇതിന്റെ വിഷൻ ഒന്ന് പറയാ, ഇതാണ് വിഷൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്ന, നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാതെ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ ദെൻ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു സെയിൽസിന്റെ ചെറിയൊരു ബെനിഫിറ്റും കൂടി
കൺസിസ്റ്റൻസി ബെനിഫിറ്റും സെയിൽസിന് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് അവർക്ക് പ്രൈസ് കമ്പാരിസൺ പറയുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സെയിൽസിന്റെ ബെനിഫിറ്റും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരുമായിട്ടൊരു ഫാമിലി മീറ്റപ്പ് നടത്തി പോരുന്ന ഒരു കാര്യമാണ്. എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഫാമിലി മീറ്റ് നടത്തിക്കൊണ്ട് വലിയൊരു സക്സസിലേക്ക് വന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. ദാറ്റ്സ് റൈസിംഗ് കോൾ ലീഡർ സ്റ്റാർ നമ്മുടെ ഗിരീഷ് സാറ്. കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ ഫാമിലി മീറ്റ് നടത്തിയിട്ടുണ്ട് സാറ് തുടക്ക സമയങ്ങളിൽ പറയും, ഞാൻ ഏറ്റവും കൂടുതൽ വൈകുന്നേര സമയം എവിടെയാണോ ചെലവഴിക്കുന്നത് അവരൊക്കെ ഇന്ന് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. സജീവ് സാറിന്റെ കടയിൽ സാറ് വൈകുന്നേരം 8 മണിക്ക് ശേഷം സജീവ് സാറിന്റെ കടയിൽ സാറ് ഒരു സ്ഥിരം സന്ദർശകനായി. അവിടെ ഒരു ഫാമിലി മീറ്റ് പോലെ ചെയ്തു തുടങ്ങിയപ്പോൾ സജീവ് സാറ് നമ്മളായി. എൻ്റെ വീട്ടിൽ വന്ന് കൊമ്പടിയാമ്പിക്കൽ ടീം എന്നൊരു ടീം തുടങ്ങി. സാറ് രാത്രി 11 മണി സമയത്ത് 10 മണി 11 മണി സമയത്ത് ആൻഡ്രൂ സാറിന്റെ വീട്ടിൽ ഫാമിലി മീറ്റ് നടത്തി ലാസ്റ്റ് ആൻഡ്രൂ സാർ നമ്മളായി. ഇങ്ങനെ ഓരോരുത്തരെയും വളർത്തി ഫാമിലി മീറ്റ് നടത്തിയാണ് ഗിരീഷ് സാറ് ഇന്ന് റൈസിംഗ് ലീഡർ ആയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം പവർ ഉള്ളൊരു കാര്യമാണ് ഫാമിലി മീറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ചെയ്തോടെ, ഇത് എത്ര വേണമെങ്കിൽ ചെയ്തോടെ, നമുക്ക് ഇത് ചെയ്യാം. ഇതിൽ നിന്നും കൺവേർട്ട് ചെയ്യാം ഹോം മീറ്റിങ്ങിലേക്ക്. കാരണം സാറ് തുടക്ക സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഫാമിലി മീറ്റ് നടത്തിയിട്ട് അതിൽ നിന്നും സാറ് ഹോം മീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്തായാലും നമ്മൾ ഇങ്ങനെ കൂടിയിരുന്നു, നിങ്ങൾക്ക് കുറച്ച് കാരണം മനസ്സിലായില്ലേ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആളുകൾ കൂടി പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കില്ലേ. അപ്പൊ ചില ഫാമിലീസ് ചിലവർ പറയും ആ ശരിയാ നല്ലതായിരിക്കും, അന്ന് അവരൊന്ന് വിളിച്ചു കൂട്ട്, പകലൊരു ദിവസം അവരെ വിളിച്ചു കൂട്ട്, ഞാൻ വരാം. ഹോം മീറ്റിംഗ് ആയില്ലേ, ദെൻ കൺവേർട്ട് ഇൻ ടു ഹോം മീറ്റിംഗ്, ഫാമിലി മീറ്റ് കൺവേർട്ട് ഇൻ ടു ഹോം മീറ്റിംഗ് ആയി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഷോ മിനിമം 5 പ്ലാൻസിന്റെ വീക്ക് എന്ന രീതിക്കുള്ള കാര്യത്തിനും ഇത് മിനിമം പറഞ്ഞിരിക്കുന്ന കമ്പനി, ഇത് മിനിമം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ചെയ്യാൻ പാടൊന്നുമില്ല. എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം, ദിവസവും 5 വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ സ്പീഡ് കൂട്ടിത്തരും, ബിസിനസ് സ്പീഡ് കൂട്ടി തരും. ദെൻ തേർഡ് തിങ് എന്താ, പർച്ചേസ് ഓർ റീറ്റെയിൽ മിനിമം 10,000 പ്രൊഡക്റ്റ് മന്ത്ലി. മിനിമം 10,000 രൂപയുടെ പ്രൊഡക്റ്റ് മന്ത്ലി പർച്ചേസ് ചെയ്യുക, റീറ്റെയിൽ ചെയ്യുക. എന്തിനാ? വോളിയം ക്രിയേറ്റർ. ഇതാണ് വോളിയം ക്രിയേറ്റർ. എങ്ങനെയാ വോളിയം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വോളിയം ഉണ്ടാവുള്ളൂ. പർച്ചേസ് ചെയ്യണം, റീറ്റെയിൽ ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഗോപാൽ സാർ പറഞ്ഞ മാതിരി പ്രൊഡക്റ്റ് വാങ്ങണം, പ്രൊഡക്റ്റ് വിൽക്കണം, അപ്പോൾ PV ഉണ്ടാവും, അപ്പോൾ പണം വരും. എല്ലാം PV അല്ലെ. പ്രൊഡക്റ്റ് വാങ്ങണം PV ആണ്, പ്രൊഡക്റ്റ് വിൽക്കണം PV ആണ്. അപ്പോൾ PV ഉണ്ടാവും, അപ്പോൾ എന്തുണ്ടാവും? പണം വരും. അതും PV അല്ലേ, പണം വരും, അതും PV അല്ലേ. ഭയങ്കര എക്സ്പ്ലനേഷൻ ആയി പോയി അല്ലെ, ഗോപാൽ സാർ പറഞ്ഞ എക്സ്പ്ലനേഷൻ അത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവണേ, അതാണ് മൂന്നാമത്തെ കോസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യം. മൂന്നാമത്തെ ഈ ഒരു പോയിന്റിൽ പറയുന്ന കാര്യം അതാ, പർച്ചേസ് ഓർ റീറ്റെയിൽ മിനിമം 10,000 പ്രൊഡക്റ്റ് മന്ത്ലി. മിനിമം 10,000 പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഒന്ന് വിചാരിച്ചാൽ ഇതിന് കൂടുതൽ പറ്റും. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട്, അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം വരെ ഞാൻ ചെയ്തിരുന്നു ഡൂ ബെറ്റർ ആവാം. കഴിഞ്ഞ വർഷം വരെ ഞാൻ 10,000 PV ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഈ വർഷം അത് കുറച്ച് കൂട്ടിക്കൂടെ? കഴിഞ്ഞ വർഷം വരെ ഞാൻ 5,000 PV ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഞാൻ 10,000 PV ആക്ക്. കഴിഞ്ഞ വർഷം ഞാൻ 10,000 PV ചെയ്താളാ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം 15,000 ആക്ക്, അല്ലെങ്കിൽ 20,000 ആക്ക്. ഇനി അതുമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട്, അന്ന് 25,000 ആക്ക്. സോ ഡൂ ബെറ്റർ അല്ലേ ഇത്? അപ്പൊ നമുക്ക് ഡൂ ബെറ്റർ ആയില്ലേ. ഇതാണ് നമ്മൾ ഈ വർഷത്തിലെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ. ഇതെന്താ ഉണ്ടാവുക? ഓട്ടോമാറ്റിക്കലി വോളിയം ക്രിയേഷൻ ആവും. 25,000 PV ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ കൂടെ വരുന്നവരും അത് ചെയ്യില്ലേ? ചിന്തിക്കൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിസിനസ് എത്രത്തോളം ഫാസ്റ്റായിട്ട് വളരും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്കറിയാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ കോർ ലീഡേഴ്സ് ആണ്. കോർ ലീഡേഴ്സിനോട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ എൻ്റെ കൂടെ 25,000 PV ചെയ്യണവർ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡു ഞാൻ ഫസ്റ്റ് ദെൻ ഈ വോളിയം ക്രിയേറ്ററിന് സഹായിക്കുന്ന കാര്യം കൂടിയാണ് എന്ത്, കമ്പനിയുടെ ടാർഗറ്റ്. ഇത് ഇന്നലെ നമ്മുടെ ഗുഡ് ഡോട്ട് അനൗൺസ് ചെയ്ത ടാർഗറ്റാ. ജനുവരി ഫെബ്രുവരി മാർച്ച് എല്ലാ മാസവും 2,500 PV മിനിമം ചെയ്യണം. ഗുഡ് ഡോട്ടിന്റെ പ്രോട്ടോണ് 2,500 PV മിനിമം ചെയ്താൽ 3 മാസം 2,500 ചെയ്യുമ്പോൾ 7,500 ആയി. മൊത്തം 7,500 മാർച്ച് മാസം ചെയ്ത കാര്യമില്ല. എല്ലാ മാസവും മിനിമം 2,500 ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി, ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാക്വം ഫ്ലാസ്ക് സെറ്റ്
സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതാണ് സെറ്റ്. അതിന്റെ ഫോട്ടോ അവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഏഹ് നല്ല രസമില്ലേ കാണാൻ? അതിന്റെ പ്രത്യേകത തന്നെ അതിന്റെ അടപ്പ് തന്നെ ഒരു കപ്പാണ്. അടപ്പ് തന്നെ ഒരു കപ്പാ. പിന്നെ വേറെ 2 കപ്പും കൂടി ആ സെറ്റിന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു വാക്വം ഫ്ലാസ്ക് സെറ്റ് കിട്ടും. പിന്നെ റെക്കഗ്നേഷൻ വിത്ത് ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ്. ഇന്ന് ഏപ്രിൽ നടക്കുന്ന ഗുഡോളിന്റെ പരിപാടിക്ക് പ്രോഗ്രാമിൽ റെക്കഗ്നേഷൻ കിട്ടും. ട്രോഫിയും സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ട്രോഫിയോടൊപ്പം സർട്ടിഫിക്കറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടും. ഫ്രീ എൻട്രി ഉണ്ട്, ലഞ്ച് ഉണ്ട്. ഇത് ഗുഡോളിന്റെ ഒരു ടാർഗറ്റാ. പ്രൊമോട്ട് നമ്മൾ പ്രൊമോഷൻ ഇൻഡസ്ട്രിയിലാ. നമ്മളും ചെയ്യണം, നമ്മുടെ ടീമിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ. ദെൻ ന്യൂട്രിചാർജ് വുമൺ ടാർഗറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. ഒക്ടോബർ തുടങ്ങിയ ടാർഗറ്റാ. പക്ഷെ ഈ മാസം കൂടിയും ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഈ മാസം 5 ചെയ്യാം, ഫെബ്രുവരിയിൽ 5 ചെയ്യാം, മാർച്ചിൽ 5 ചെയ്യാം. പക്ഷെ ടോട്ടൽ നോക്കുമ്പോൾ 30 ആവണം. ഏത് ജനുവരി ഫെബ്രുവരി മാർച്ച് ടോട്ടൽ നോക്കുമ്പോൾ 30 ആക്കണം. അങ്ങനെ ആക്കിയാൽ മാത്രം പോരാ, വീർ വീരാങ്ങനെയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ 5 ചെയ്തിട്ട് വീർ വീരാങ്ങനെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ 30 ആക്കിയാൽ നിങ്ങൾക്ക് മുമ്പേ ഇതിൽ വലിയൊരു പ്രോഗ്രാം പങ്കെടുക്കാമല്ലോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ വുമൺ ടാർഗറ്റ് ഉണ്ട്, ഇതുപോലുള്ള ടാർഗറ്റുകളുണ്ട്. ഇതൊക്കെ കമ്പനി നമുക്ക് തരുന്നതിനാ. ഇതൊക്കെ വോളിയം ക്രിയേറ്ററാ അല്ലെ? ഇതൊക്കെ വോളിയം ക്രിയേഷൻ ആണ്. നമുക്ക് വോളിയം ക്രിയേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മുടെ ടീമിലും അത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? സ്കില്ല് കുറെ സ്കില്ലുള്ള ആളുകൾ എന്റെ ടീമിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ സ്കില്ല് വളർത്തുമെന്ന് ടീം മെമ്പേഴ്സിനോട് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ചെയ്യണം ആദ്യം. ഞാൻ സ്കില്ല് വളർത്തിയിട്ട് എൻ്റെ ടീമിനോട് പറയുകയാണെങ്കിൽ അതിൽ ന്യായമുണ്ട്. ഞാൻ സ്കില്ല് വളർത്താൻ റെഡി അല്ലെങ്കിൽ എൻ്റെ ടീമിനോട് പറയാൻ റെഡിയല്ലോ, കാര്യമില്ല അല്ലേ? അതുപോലെ തന്നെയാണ് യൂസ് ഓഡിയോ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ്. ഒരു മിനിറ്റ്. യൂസ് ഓഡിയോ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ് എന്ന് പറയുന്ന 30 മിനിറ്റ്സ് ഡെയിലി. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടീമിനോട് ഇത് പറയാൻ അവകാശമുള്ളൂ. നമ്മൾ ചെയ്യണം അല്ലേ? എല്ലാം നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ നമ്മൾ വീഡിയോസും കാണണം, ഓഡിയോസ് കേൾക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഡോക്ടർ ജാൻ സാർ എല്ലാ ദിവസവും അരമണിക്കൂർ മിനിമം രാവിലെ എണീറ്റ് ഫസ്റ്റ് അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഏതെങ്കിലും ഒരു നല്ല നല്ല മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ആർസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ വീഡിയോസ് ഉണ്ട്. അത് അല്ലെങ്കിൽ ട്രെയിനർമാരുടെ വീഡിയോസുകൾ, ഇതിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസുകൾ മിനിമം 30 മിനിറ്റ് ഡെയിലി കണ്ടിട്ടേ തുടങ്ങും ഡോക്ടർ ജാൻ സാറ്. അർജുൻ സാറ് ബുക്ക് അഡിക്റ്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അർജുൻ സാറ് കുറച്ച് സമയം കിട്ടിയാൽ അപ്പം ബുക്ക് വായിക്കുന്ന വ്യക്തിയാണ്. ഗിരീഷ് സാറ് ബുക്കും വീഡിയോസും കേട്ട് നോട്ട്സുകൾ എഴുതി പുതിയ 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 കാര്യങ്ങൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അപ്ലൈൻ ലീഡേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ലീഡേഴ്സ് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യണ്ട. അപ്പോൾ നമുക്കും ആവണ്ടേ? നമുക്ക് ലീഡർമാരാവണമെന്ന് ആഗ്രഹമില്ലേ? അപ്പൊ നമ്മളും ചെയ്യണം. ഇനി ഇതിനൊക്കെ ആൻഡ്രൂ സാറ് ബുക്കുകൾ വായിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇഷ്ടം പോലെ സാറ് ബുക്ക് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറിൽ നിന്ന് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ ഞാൻ സാറിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സാറ് നോക്കുമ്പോൾ സാറ് ബുക്കിൽ വായിക്കുന്ന കാണണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീം ലീഡേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അവർ കോർ വാല്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ 5, അഞ്ചാമത്തെ കാര്യം, അറ്റൻഡ് അറ്റ്ലീസ്റ്റ് 1 എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോഗ്രാം ഇൻ എ മന്ത്. എന്തിനാ അത്? ഇത് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയാ, നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയാ. നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും, അത് നമ്മുടെ ടീമിലേക്കും പ്രതിപാദിക്കും. നമ്മുടെ ടീമിലും അങ്ങനെ ഇമ്പ്രൂവ്മെന്റ്സ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മാത്രമാണ് അവിടെ വരാ, നമ്മുടെ നോളജ് കൂടില്ലേ, നമ്മുടെ സ്കില്ല് കൂടില്ലേ? നോളജ് കൂടുന്നത് പ്രോഗ്രാമുകൾ പങ്കെടുക്കുമ്പോൾ, സ്കില്ല് കൂടുന്നത് ട്രെയിനിങ് പങ്കെടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാത്രം പങ്കെടുത്താൽ മതിയോ? അപ്പോൾ നമ്മളും പങ്കെടുക്കണം, നമ്മുടെ ടീമും പങ്കെടുക്കണം. അതിന് നമ്മൾ ആദ്യം പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ ആദ്യം പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആവാൻ കുറച്ച് അപ്കമിങ് ഈവൻറ്റ്സ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഈ മാസത്തെ കുറച്ച് അപ്കമിങ് ഈവൻറ്റ്സ് പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ നമ്മുടെ ടീമിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്ക്. നമ്മുടെ ടീമും അവിടെ എത്തുന്നു എന്ന് ഉറപ്പാക്കി നോക്ക്. എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയാലോ. 2025 മുതൽ ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളായിക്കോട്ടെ. ഇതുവരെ പ്രൊമോട്ട് ചെയ്ത് ശീലമില്ലാത്തവരാണെങ്കിൽ ടീമിൽ പ്രൊമോട്ട് ചെയ്ത് ശീലം കൊണ്ടുവരൂ അല്ലേ? അപ്കമിങ് ഈവൻസ് 15th and 16th, 15ഉം 16ഉം റെസിഡൻഷ്യൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് കറുകുറ്റിയിൽ. 15ഉം 16ഉം ഈ വരുന്ന 15ഉം 16ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതിന്
നോബിൾ സാറിനെയോ അർജുൻ സാറിനെയോ ഡോക്ടർ ജാൻ സാറിനെയോ ഗിരീഷ് സാറിനെയോ അറിയിക്കുക. Then അപ്പോ ദെൻ അടുത്തൊരു പ്രോഗ്രാമാണ് ULP. ULP നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും കമ്പനി ഫ്രീ ആയിട്ട് തരുന്ന പ്രോഗ്രാമാണ്. ഇത് 19th എറണാകുളത്ത് നടക്കുന്നുണ്ട്, 23rd തൃശ്ശൂർ നടക്കുന്നുണ്ട്, 21st കോട്ടയത്തുണ്ട്, 25th കിളിമാനൂരുണ്ട്, 27th കാലിക്കറ്റ് ഉണ്ട്. സോ ഈ ഒരു ULP പ്രോഗ്രാമിൽ ഫ്രീ പ്രോഗ്രാമാണെന്ന് വെച്ചിട്ട് പോകാൻ പാടില്ലാന്നുണ്ടാ. ഫ്രീ പ്രോഗ്രാമാണ്, കമ്പനി ഡയറക്റ്റ് തരുന്ന നോളജ് പ്ലസ് ക്ലാസ്, പ്രൊഡക്റ്റ് നോളജും അതുപോലുള്ള കമ്പനിയുടെ വിഷനും എല്ലാം കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ULP പ്രോഗ്രാം. അപ്പോൾ അവിടെയും നമുക്ക് പുതിയ ആളുകളെ നമുക്ക് എത്തിക്കാം, അല്ലെ? നമ്മുടെ കൂടെ ഇതിനേക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ കപ്പിൾ എൻട്രി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ അച്ചീവ് ചെയ്ത ഒരാളും കൂടി ഞാൻ കൊണ്ടുപോകാൻ നോക്കുക. അച്ചീവ് ചെയ്യാത്ത ഒരാളെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ നോക്കുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ULPയിലേക്ക് മാക്സിമം ആളുകളെ നമ്മുടെ ടീമിൽ നിന്ന് പങ്കെടുപ്പിക്കുക. അച്ചീവ് ചെയ്തവരെല്ലാവരും മാക്സിമം അവിടെ എത്തിക്കുക. എവിടെയാണ് അവർക്ക് പങ്കെടുക്കുക എളുപ്പം അവിടെ പങ്കെടുപ്പിക്കുക. ഇപ്പം എനിക്ക് ആലുവയിൽ ടീമുണ്ട്. ആലുവയിൽ ടീമുള്ള ആൾക്കാരെ ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടുവരണം നിർബന്ധമില്ല. എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട്, ഞാൻ എറണാകുളത്ത് പങ്കെടുപ്പിക്കണവരെ. ഇനി എനിക്ക് തിരുവനന്തപുരത്ത് ഭാഗത്ത് ആൾക്കാരുണ്ട്, ടീമുണ്ട്. എനിക്ക് തിരുവനന്തപുരത്തുള്ളവരെ ഞാൻ മുഴുവൻ എവിടെ കൊണ്ടുപോകണം? കിളിമാനൂർ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ടീം എവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടോ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദെൻ 24th and 25th ഞാനും അർജുൻ സാറും കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ട്രെയിനിങ് ക്ലാസ്. അത് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 3 ബാച്ച് ഉണ്ട്. അതിൽ ഇപ്രാവശ്യം ബാച്ച് 1ഉം 2ഉം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത്. അത് തുമ്പൂര് അനിൽ സാറിന്റെ എവർഗ്രീൻ RCM വണ്ടർവേൾഡ് ക്യൂക്കിന്റെ മുകളിൽ വെച്ചിട്ടുള്ള വലിയൊരു ഹോളുണ്ട്. ആ ഹോളിലാണ് നടത്തുന്നത്. 24th ആണ്. 25th ആലുവയിൽ ബാച്ച് 3 നടക്കുന്നു. 2025 പുതിയ രീതിയിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ഫെബ്രുവരി 16 വരുന്ന ഫെബ്രുവരി 16-ാം തീയതി നമുക്കറിയാം, നമ്മുടെ രാജഗിരിയിൽ വലിയൊരു പ്രോഗ്രാം, മുകേഷ് കൊത്താരി സാറിന്റെ മകള് ഗസ്റ്റായിട്ട് വരുന്ന വലിയൊരു പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ റെക്കഗ്നേഷൻ കൂടി ഉണ്ട്. റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ കിട്ടുന്നത് എവിടെയാ? ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ നമ്മുടെ അച്ചീവേഴ്സിന് അവിടെ റെക്കഗ്നേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് പ്രോഗ്രാമുകൾ ജസ്റ്റ് ഡേറ്റ് അറിയിച്ചതാണ്. ഈ ഡേറ്റുകൾ എന്തിനാ നമുക്ക് അറിഞ്ഞിരിക്കണേ? ഈ ഡേറ്റുകൾ അറിഞ്ഞു വെച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊമോഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 8 കോർ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ കോർ വാല്യൂസ് ഫോളോ ചെയ്യുന്നവരല്ലേ നമ്മൾ. ദെൻ 6ാമത്തെ കാര്യം എന്താ? കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോയിങ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. എന്തിനാ? ഡയറക്ഷൻ ഫോർ ദ മന്ത്. ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയാ. എൻ്റെ സ്റ്റാർട്ടപ്പ് ഞാൻ എങ്ങനെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണം, ഇതൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മുന്നേ നടന്നു പോയ ആളുകളോട് അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കണം. മുന്നേ നടന്നു പോയവരാണ് ആര്? നമ്മുടെ ഗ്രോയിങ് ആക്റ്റീവ് അപ്ലൈൻ, നമ്മളുടെ മുന്നിലുള്ള അപ്ലയൻസ്. ആ അപ്ലയൻസ് നമ്മളെക്കാൾ മുന്നേ നടന്നു പോയവരാ. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരുടെ അടുത്ത് ചോദിക്കണം, സാറേ ഞാൻ ഇതുവരെ നടന്നെത്തി എന്ത് പഠിക്കുക, ഇനി ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് എത്തണം, എനിക്ക് ഇവിടേക്ക് എത്തണമെന്നുണ്ട്, ഇവിടേക്ക് എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നടക്കണ്ടേ, ഏത് വഴി കൂടെ പോകണം, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായ പാത വരച്ചു തരും. കൃത്യമായ പാത വരച്ചു തരുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായ പാത നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ. അതിൽ കൂടെ നടക്കേണ്ടത് നമ്മളല്ല. സാർ ഇതിൽ കൂടെ ഒന്ന് നടത്തിക്കൂടിയും തരുമോ എന്ന് ചോദിക്കരുത്. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, സാറ് വഴി വരച്ചു തരും, ആ വഴി കൂടെ സാറ് തന്നെ കൈ പിടിച്ച് നടത്തും. അങ്ങനെ ചിന്തിക്കരുത്. സാറ് വഴി വരച്ചു തരും. അതാണ് കൗൺസിൽ ചെയ്യാൻ പറയുന്നത്. വഴി വരച്ച് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഫുൾ ചാർജ് തരും. ആ ചാർജിൽ നടന്നു പോകേണ്ടത് ഉത്തരവാദിത്തം എൻ്റെയാ. ആ ചാർജിൽ ആ വഴി കൂടെ തന്നെ പോകേണ്ട ഉത്തരവാദിത്തം എൻ്റെയാ. വഴി മാറിപ്പോയാൽ അത് ലീഡറിന്റെ കുറ്റമായിട്ട് ലീഡറിനെ കുറ്റം വയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ? സാറ് വരച്ച വഴി കൂടെ അല്ല ഞാൻ പോയേ, എന്നിട്ട് പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിന് ഞാൻ എൻ്റെ കുറ്റല്ലേ? അപ്പോൾ വഴി വരച്ച് തന്ന ആ വഴി കൂടെ ഞാൻ നടന്നു പോകണം. ഡയറക്ഷൻ ഫോർ ദ മന്ത്. ഇതിനാണ് കൗൺസിൽ ചെയ്യണേ. ഇത് സ്റ്റാർ പ്ലാറ്റിനം ആയാലേ കൗൺസിലിങ്ങിന് പോകാൻ പാടുള്ളൂ എന്ന് ആരും പറഞ്ഞു വെച്ചിട്ടില്ല. സ്റ്റാർ അച്ചീവർ ആയാലേ കൗൺസിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആരും പറഞ്ഞു വെച്ചിട്ടില്ല. ഓപ്പണർ ആൻഡ് അബവ് ലീഡേഴ്സിനും പോവാം. ബിക്കോസ് വി ആർ കോർ മെമ്പേഴ്സ്. എന്നോട് തുടക്കത്തിൽ എല്ലാവരും യെസ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും കോർ മെമ്പേഴ്സാ. വി ആർ കോർ മെമ്പേഴ്സ്. ഞാൻ കോർ മെമ്പർ ആണെങ്കിൽ ഐ ഹാവ് ടു ഫോളോ ദ കോർ സ്റ്റെപ്സ്, കോർ വാല്യൂസ്. ഞാനിത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിൽ ചെയ്യണം.
കൗൺസിൽ ചെയ്ത് ഞാൻ ഡയറക്ഷൻ വാങ്ങിക്കണം. ഓപ്പണർ വരെ കൗൺസിൽ ചെയ്യാം. ഓപ്പണർ ആൻഡ് ലീഡേഴ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് കൗൺസിൽ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ കൗൺസിൽ ചെയ്യണം. എന്നിട്ട് സാറ് പറഞ്ഞു തന്ന വഴി കൂടെ ഞാൻ ഇങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഈ വഴി കൂടെ പോവല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മളും കൗൺസിൽ ചെയ്യരുത് അവിടെ നമ്മുടെ ടീമിനെ, അല്ലേ? അതിന് ആദ്യം സാറിൻ്റെ അടുത്ത് പോയി വരയ്ക്കണം, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള വഴി ഉണ്ടാക്കരുത്. അവിടെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ച് വഴി മനസ്സിലാക്കി വന്നിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്ത് ആ വഴി കൂടെ പോകാൻ നോക്കാം. ദെൻ ഏഴാമത്തെ കാര്യം എന്താ? ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. ഇതാണ് ലീഡർഷിപ്പ് ട്രൈറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അക്കൗണ്ടബിളും കൺസിസ്റ്റന്റും ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഗ്രോത്ത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലീഡർഷിപ്പ്. നമ്മുടെ ലീഡർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലീഡർഷിപ്പിനെ ആണ് ശരിക്കും അവിടെ ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവം എന്താ? ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ഇസ് സംവൺ ഹു ഡൂസ് ദർ ജോബ് ആക്യുറേറ്റ്ലി ഈവൻ വെൻ ദർ ഇസ് നോ അപ്രിസിയേഷൻ. എന്ന് വെച്ചാൽ ഒരു അപ്രിസിയേഷനും എനിക്ക് ലഭിക്കാത്ത സമയത്തും എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നവനാണ് യഥാർത്ഥ ലീഡർ. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഒരു അപ്രിസിയേഷനും കിട്ടാത്ത സമയത്തും എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നവൻ. അങ്ങനെയാണോ ഞാൻ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരി, അങ്ങനെയാണോ ഞാൻ? എൻ്റെ ലീഡർ എന്നെ പിന്നീന്ന് ഒന്ന് തള്ളുമ്പോഴാണോ ഞാൻ പോണേ? അല്ലെങ്കിൽ സാർ എന്നോട് അത് ചെയ്യാൻ പറയുമ്പോഴാണോ ഞാൻ ചെയ്യണേ? അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ല, ഞാൻ എൻ്റെ ടീമിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു പോകുന്നുണ്ട്. എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിലും ഞാൻ ഇത് ചെയ്തു പോകുന്നുണ്ട് എന്ന രീതിയിലേക്കാണെങ്കിൽ നിങ്ങൾ റൈറ്റ് വേയിലാണ്, നല്ല കറക്റ്റായിട്ടുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കണേ. നല്ലൊരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് അപ്പം ഉണ്ട് എന്ന് തന്നെ അവിടെ മനസ്സിലാക്കാം. സോ ഇതിനൊപ്പം തന്നെ അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ അക്കൗണ്ടബിൾ വിത്ത് ഡാറ്റ. അക്കൗണ്ടബിൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വിത്ത് ഡാറ്റ ആയിട്ട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ടീം മെമ്പേഴ്സ്, നമ്മുടെ എയും ബിയും ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതാണ് ആ ഡാറ്റ ഉണ്ടാവണം. നമ്മുടെ കോർ മെമ്പേഴ്സിന്റെ ഡാറ്റ ഉണ്ടാവണം. നമ്മൾ കോർ മെമ്പറാണ്. നമ്മുടെ ടീമിൽ എത്ര കോർ മെമ്പേഴ്സ് ഉണ്ട്? ഓപ്പണർ അതിൻ്റെ അപ്പോൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു ഓപ്പണർ ആയിട്ടുള്ള ഇപ്പോൾ പ്രോഗ്രാം കേൾക്കുന്ന ഒരു ഓപ്പണർ അച്ചീവറെ സംബന്ധിച്ച് അവരുടെ ടീമിൽ ചിലപ്പോൾ ഒരു ഓപ്പണർ അച്ചീവർ ഉണ്ടാവണമെന്നില്ല, ശരിയല്ലേ? പക്ഷേ നമ്മുടെ ടീമിൽ ഒരു കോർ മെമ്പർ ആവാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ലീഡർഷിപ്പ് എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ഡാറ്റ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. എന്തിനാ? ഇതൊക്കെ നമ്മൾ ലീഡേഴ്സിൻ്റെ അടുത്ത് കൗൺസിൽ ചെയ്യാൻ പോകുമ്പോൾ പറയണം. എന്നിട്ട് അവരോടൊക്കെ, സാർ ഇവരൊക്കെ കോർ ടീമാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ സാറുമാർ അവരുടെ കാര്യങ്ങൾ ചോദിക്കും. അപ്പം അതിന് ഡാറ്റ വേണ്ട നമ്മുടെ കയ്യിൽ. അപ്പോൾ കോർ മെമ്പേഴ്സിൻ്റെ ഡാറ്റ വേണം. പിന്നെന്താ? കൺസിസ്റ്റൻസി പർച്ചേസേഴ്സിൻ്റെ ഡാറ്റ വേണം. നമ്മുടെ ടീമിൽ കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഡാറ്റ വേണം, നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഇനി സ്പെഷ്യൽ ടാർഗറ്റ് ഫോക്കസ് മെമ്പേഴ്സിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സ്പെഷ്യൽ ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്ന ചിലപ്പോൾ ടീം മെമ്പേഴ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ. ആയിരിക്കും അത്? ചിലപ്പോൾ വീരാങ്കന്മാർ, അവർ ന്യൂട്രി ചാർജ് സ്പെഷ്യൽ ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. അവരുടെ സെപ്പറേറ്റ് ഡാറ്റ വേണം. നമ്മുടെ ടീമിൽ ചിലപ്പോൾ ഗുഡ് ഡോട്ടിൻ്റെ പ്രത്യേകം ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഡാറ്റ ഉണ്ടാവണം. കാരണം അവരെങ്ങാനും വിട്ടുപോയാലും നമ്മൾ വിടാതെ അവരെ ഓർമ്മിപ്പിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാരണം ഇതൊക്കെ വോളിയം ക്രിയേഷൻ അല്ലേ? ഇതൊക്കെ ഒരുമിച്ച് ഈ ഡാറ്റയിൽ വർക്ക് ചെയ്യുമ്പോഴല്ലേ വോളിയം ക്രിയേഷൻ ഉണ്ടാവണേ, വോളിയം ജനറേറ്റ് ചെയ്യണേ. അപ്പോൾ ഡാറ്റ ഇല്ലാതെ എങ്ങനെയാ നമുക്ക് ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക? എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു തലമണ്ടയിൽ അകത്ത് ഓർമ്മയിലിരിക്കുമോ? എല്ലാവരും നമ്മുടെ കുഞ്ഞു മണ്ടയ്ക്കകത്ത് ഇരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്നേ ഐൻസ്റ്റീനൊക്കെ ആയേനെ, എന്നേ പുതിയ പുതിയ കണ്ടുപിടിച്ചാനെ. അങ്ങനെയല്ലല്ലോ. നമുക്കും ഉണ്ട് നമ്മുടെ പല വീട്ടിലത്തെ കാര്യങ്ങളും ആ കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ തലകത്തുണ്ട്. അപ്പോൾ ഡാറ്റ ഉണ്ടെങ്കിലോ ആ ഡാറ്റ എടുത്ത് നോക്കിയാൽ യെസ്, ഇന്ന് ഇവരെ ഫോളോ ചെയ്യണം, ഇങ്ങനെ ഇവരെ ചെയ്യണം, അവരെ ഇങ്ങനെ നോക്കണം, ഇവർക്ക് ഇന്ന ഗൈഡൻസ് കൊടുക്കണം, അവരെങ്ങനെ കോച്ച് ചെയ്ത് കൊടുക്കണം, ഇവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കണം എന്ന രീതിയിലേക്ക് സെപ്പറേറ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റ വെച്ച് നമ്മുടെ ലീഡറിൻ്റെ മുമ്പിൽ ഇരുന്നാൽ, കൗൺസിൽ ചെയ്തിരുന്നാൽ ലീഡർ ഈ ഡാറ്റേനെ എങ്ങനെ ഏത് വഴി കൂടെ ഒഴുക്കണമെന്ന് പറഞ്ഞു തരും. ആ വഴി കൂടെ ഒഴിക്കാൻ PV ജനറേഷൻ അവിടെ നടക്കും. സോ ഡാറ്റയിൽ വർക്ക് ചെയ്യണം. ഇതിനാണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. എവരി സെക്കൻഡ്സ്, എവരി ഡേ നമ്മൾ ഡാറ്റ നമ്മുടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ? ഓരോ ദിവസം മാറ്റം വരുന്നില്ലേ ബിസിനസ്സിൽ?
1000 PV ഗ്രോത്ത് നിങ്ങളുടെ ടീമിൽ വരുന്നില്ലേ? ഏ ആ അപ്പോൾ ആ 1000 PV എവിടെ നിന്ന് വന്നേ? ആ 1000 PV എവിടെ നിന്ന് അറിയണ്ടേ? അതിന് ഡാറ്റ വേണ്ടേ? അതാണ് നമ്മൾ ഡാറ്റയിൽ വർക്ക് ചെയ്യാൻ പറയണേ. എട്ടാമത്തെ കാര്യം എന്താ? ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. സോൾ ഓഫ് ദ ബിസിനസ്സാ. ഈ ബിസിനസിന്റെ ആത്മാവ് അത്. ഏത്? എട്ടാമത്തെ കാര്യം ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവാണ്. കാരണം എന്താ? ഈ ആത്മാവിലാണ് എല്ലാ കാര്യവും ഇരിക്കണേ. നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം, പഠിപ്പിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ലീഡേഴ്സ് ക്രിയേറ്റ് ആവും. നമ്മുടെ ടീമിൽ ഒരുപാട് ലീഡേഴ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം കൺസിസ്റ്റൻസിയാണ്. ഈ കൺസിസ്റ്റൻസി വരുന്നത് നമ്മളുടെ ടീമിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴും നമ്മൾ കോർ വാല്യൂസ് ഫോളോ ചെയ്യുമ്പോഴാണ്. സോ വി ഹാവ് ടു ഫോളോ ദ കോർ വാല്യൂസ്. അപ്പം ഞാൻ എന്തിനാ കോർ വാല്യൂ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ, കോർ വാല്യൂ ഫോളോ ചെയ്യുമ്പോഴേ നമ്മൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. മനസ്സിലായ? കോർ വാല്യൂ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ കൂടും. ഇംപ്രൂവ് യുവർ വാല്യൂസ്. നിങ്ങളുടെ വാല്യൂ കൂടുമ്പോൾ നിങ്ങളുടെ വാല്യൂ ടീമിലേക്ക് പ്രതിപാദിക്കും. അപ്പം നിങ്ങളുടെ ടീമിൻ്റെ വാല്യൂ കൂടും. നിങ്ങളുടെ ടീമിൻ്റെ വാല്യൂ കൂടിയാൽ പിന്നൊന്നും പറയണ്ടല്ലോ, പിന്നെ മൊത്തത്തിൽ ഉഷാറായില്ലേ കളി. അപ്പോൾ ആദ്യം കോർ വാല്യൂസ് ഞാൻ ഫോളോ ചെയ്യുക. കോർ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ RCMന്റെ 21 റൂൾസ്. ഞാനതിൽ 8 കോർ സ്റ്റെപ്പ് മാത്രം ഒന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഈ RCMന്റെ 21 റൂൾസ് ആണ് മൊത്തം RCMന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ RCMന്റെ 21 റൂൾസും ഫോളോ ചെയ്യുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുക. അത് എന്നിലെ വാല്യൂസ് കൂട്ടിത്തരും. എന്നിലെ വാല്യൂസ് കൂടുമ്പോൾ ആ വാല്യൂസ് എൻ്റെ ടീമിലേക്ക് പ്രതിപാദിക്കും. എൻ്റെ ടീമിലും അത്തരത്തിൽ കോർ വാല്യൂ ഫോളോ ചെയ്യുന്ന, സിസ്റ്റം ഫോളോ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അവരെ എനിക്ക് ലീഡ് ചെയ്യാൻ, അവരെ എനിക്ക് മാനേജ് ചെയ്യാനുള്ള സ്കില്ല് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി വരും. ആ ഡെവലപ്മെൻറ്റ് എൻ്റെ ടീമിലെ ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഈ റീറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഗ്രാജുവലി ആയിട്ടുള്ള ഗ്രോത്ത് സമ്മാനിക്കും. ആ ഗ്രോത്ത് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും വഴി നയിക്കും. എന്തൊരു രസകരമായ ഒരു കണക്ഷനല്ലേ! ഈ കണക്ഷനെ നമുക്ക് മനസ്സിലാവണ്ടേ? ഈ കണക്ഷൻ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് 2025 നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ ടീമിൽ, നമ്മളുടെ സ്വന്തം പേഴ്സണൽ ടാർഗറ്റുകളിലും നമ്മുടെ ടീമിലും അത് കൊണ്ടുവന്ന് വലിയ 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 അച്ചീവ്മെൻറ്റ്സുകൾ നമ്മൾ ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും നേടിയെടുക്കണം. സോ ഫസ്റ്റ് അപ്ഡേറ്റ് യുവർ ടാർഗറ്റ്സ്, അപ്ഡേറ്റ് യുവർ ഗോൾസ്. ദെൻ സെക്കൻഡ് തിങ്സ്, update your skill. Third things, update your mindset. Fourth things, everything is do better. എല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടിയും ഈ വർഷം ചെയ്യുക. കഴിഞ്ഞ വർഷം ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ തെറ്റുകളൊക്കെ മാറ്റി കുറച്ചും കൂടിയും വ്യത്യാസം വരുത്തി ഡു ബെറ്റർ ആക്കാം. അതിൻ്റെ ഒപ്പം ഭയങ്കര രസകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ചിന്തിക്കുക. കഴിഞ്ഞ വർഷം ചെയ്ത മണ്ടത്തരങ്ങളെക്കാൾ വളരെ കുറഞ്ഞ മണ്ടത്തരങ്ങളെ ഞാൻ ഈ വർഷം ചെയ്യുള്ളൂ എന്നും കൂടി ഒരു തീരുമാനം എടുക്കുക. അല്ലേ? അത് മനുഷ്യനല്ലേ, നമ്മൾ തെറ്റുകൾ ഉണ്ടാവില്ലേ? പക്ഷേ ഞാൻ ഏറ്റവും കുറവ് എൻ്റെ മണ്ടത്തരങ്ങളുടെ സംഖ്യ കുറച്ച്, എൻ്റെ തെറ്റുകളൊക്കെ കുറച്ച് ഞാൻ വളരെ കുറഞ്ഞ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു വർഷമാക്കി മാറ്റുന്നത് കൂടി നമ്മൾ തീരുമാനമെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ലീഡേഴ്സ് എല്ലാവരും കൂടിയുണ്ട്. എല്ലാ ലീഡേഴ്സിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരായിട്ടുള്ള ഡോക്ടർ രാജൻ സാർ, അർജുൻ സാർ, ബീനു സാർ, ഗിരീഷ് സാർ, ആൻഡ്രൂ സാർ, എല്ലാവർക്കും താങ്ക് യു. GRCM, ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു.